പ്രതിസന്ധിക്ക് പിന്നാലെ ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടലിനടിയിലൂടെ ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വവും ശക്തമായതോടെ ഇന്ത്യ ഊർജ്ജ സുരക്ഷയ്ക്ക് പുതിയ പദ്ധതി ഒരുക്കുകയാണ്. ഒമാനിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് കടലിനടിയിലൂടെ പ്രകൃതിവാതകം എത്തിക്കുന്ന ആഴക്കടൽ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ വേഗം കൂട്ടുന്നത്. ഏകദേശം 40,000 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി രംഗം വലിയ മാറ്റത്തിന് വഴിമാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഗ്യാസ് ആവശ്യത്തിന്റെ വലിയൊരു പങ്കും ദ്രവീകൃത പ്രകൃതിവാതകമായ LNG ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. എന്നാൽ ഈ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എത്തുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം രൂക്ഷമാവുകയും കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തതോടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയും ഉയർന്നു. ഇതോടെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് കടലിനടിയിലൂടെ ഗ്യാസ് എത്തിക്കുന്ന പദ്ധതിക്ക് കേന്ദ്രം പ്രാധാന്യം നൽകുന്നത്. ഈ പദ്ധതിക്ക് അനുമതി ലഭിച്ചാൽ 5 മുതൽ 7 വർഷത്തിനകം പൈപ്പ് ലൈൻ പൂർത്തിയാക്കാനാകുമെന്നാണ് പെട്രോളിയം മന്ത്രാലയം കണക്കുകൂട്ടുന്നത്. ഗെയിൽ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നീ പൊതുമേഖലാ സ്ഥാപനങ്ങളെയാണ് വിശദമായ സാധ്യതാ പഠനം തയ്യാറാക്കാനായി സർക്കാർ ഏൽപ്പിക്കുന്നത്. മുമ്പ് സ്വകാര്യ മേഖലാ കൺസോർഷ്യമായ സൗത്ത് ഏഷ്യ ഗ്യാസ് എന്റർപ്രൈസ് സമർപ്പിച്ച പ്രാഥമിക പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം പുതിയ ചുവടുവയ്പ് നടത്തുന്നത്. മിഡിൽ ഈസ്റ്റ് ഇന്ത്യ ഡീപ് വാട്ടർ പൈപ്പ് ലൈൻ എന്ന പേരിലാണ് പദ്ധതി അറിയപ്പെടുന്നത്. ഏകദേശം 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള പൈപ്പ് ലൈൻ അറബിക്കടലിനടിയിലൂടെ ഒമാനെ ഗുജറാത്ത് തീരവുമായി ബന്ധിപ്പിക്കും. ദിവസേന ഏകദേശം 31 ദശലക്ഷം സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ഇന്ത്യയിൽ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 3450 മീറ്റർ വരെ ആഴത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കേണ്ടി വരുന്നതിനാൽ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ കടലിനടിയിലൂടെയുള്ള പൈപ്പ് ലൈൻ പദ്ധതികളിലൊന്നായി ഇത് മാറും. ഭൗമരാഷ്ട്രീയമായി പ്രശ്ന സാധ്യതയുള്ള മേഖലകൾ ഒഴിവാക്കുന്ന തരത്തിലാണ് പൈപ്പ് ലൈൻ പാത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒമാൻ, UAE, സൗദി അറേബ്യ, ഖത്തർ, ഇറാൻ, തുർക്കമെനിസ്ഥാൻ തുടങ്ങിയ വൻ ഗ്യാസ് ശേഖരമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വാതകം ഇന്ത്യക്ക് ലഭ്യമാക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രകൃതിവാതക ആവശ്യകത അനുദിനം ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതിയുടെ പ്രാധാന്യമേറുന്നത്. നിലവിൽ രാജ്യത്തിന്റെ പ്രതിദിന വാതക ഉപഭോഗം 190 മുതൽ 195 ദശലക്ഷം സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ വരെയാണ്. 2030 ആകുമ്പോഴേക്കും ഇത് 300 ദശലക്ഷം സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്ററിന് സമീപമെത്തുമെന്നാണ് കണക്ക്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇന്ത്യയുടെ ദൗർബല്യവും തുറന്നുകാട്ടിയിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് വഴിയുള്ള ഗതാഗതത്തിൽ തടസ്സമുണ്ടായതോടെ ആഗോള LNG വിതരണം കുത്തനെ കുറഞ്ഞു. ഇതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ഗ്യാസ് വില കുതിച്ചുയർന്നു. സാധാരണയായി MMBTU-വിന് $10 മുതൽ $12 വരെ വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് $24 മുതൽ $25 വരെ എത്തി. ഇന്ത്യക്കിപ്പോഴും തന്ത്രപ്രധാനമായ പ്രകൃതിവാതക ശേഖര സംവിധാനം ഇല്ലെന്നത് വലിയ വെല്ലുവിളിയാണ്. നിലവിലെ LNG സംഭരണ ശേഷി രാജ്യത്തിന്റെ 10 മുതൽ 12 ദിവസം വരെയുള്ള ആവശ്യത്തിന് മാത്രമേ മതിയാകൂ. അതേസമയം ചൈന വർഷങ്ങളായി റഷ്യയിലും മധ്യേഷ്യൻ രാജ്യങ്ങളിലും വൻ പൈപ്പ് ലൈൻ ശൃംഖലകൾ നിർമ്മിച്ച് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. ഒമാൻ ഇന്ത്യ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായാൽ ഇന്ത്യക്ക് കൂടുതൽ സ്ഥിരതയുള്ളതും ചെലവ് കുറഞ്ഞതുമായ വാതക വിതരണം ഉറപ്പാക്കാനാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. LNG സ്പോട്ട് വിപണിയിലെ വിലക്കയറ്റവും വിതരണ അനിശ്ചിതത്വവും കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ തടസ്സമില്ലാതെ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഈ പുതിയ നീക്കം ഏറെ പ്രതീക്ഷകൾ ഉണർത്തുന്നു. വാർത്തയുടെ നിറം തേടി തനി നിറം.